ഹായ് എവരിവൺ, ഞാൻ ബാനർജി ഭാസ്കരൻ ഫ്രം ഓൺവേർഡ് ബിസിനസ് കൺസൾട്ടിംഗ് ആൻഡ് ട്രെയിനിങ് LLP. ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മളുടെ ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് നമുക്കുണ്ടാകുന്നു, അതിലൂടെ നമ്മൾ സക്സസ്ഫുൾ ആകുന്നു. പക്ഷെ ഗ്രേറ്റർ സക്സസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള വർക്ക് കൂടുതൽ ആൾക്കാർ നമുക്ക് വേണ്ടി ചെയ്യേണ്ടിയിരിക്കുന്നു. അവരെ നമ്മൾ എംപ്ലോയീസ് എന്നോ സ്റ്റാഫ് എന്നോ പാർട്ട്നേഴ്സ് എന്നോ കൊളീഗ്സ് എന്നോ ഒക്കെ വിളിക്കാം. പക്ഷെ ഇവരെ കൊണ്ട് എങ്ങനെ നമ്മൾ ചെയ്യുന്ന അതേ രീതിയിലുള്ള വർക്ക് നമുക്ക് ചെയ്യിക്കാൻ സാധിക്കും? ആ പറയുന്നതിനുള്ള അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനുള്ള വാക്കാണ് ഡെലിഗേഷൻ എന്നുള്ളത്. ദ മോസ്റ്റ് പവർഫുൾ D വേർഡ് ഇൻ ബിസിനസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഡെലിഗേഷനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു വാക്ക് കൂടിയുണ്ട്. അതിന് പറയുന്നതാണ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു എംപ്ലോയിയെ ഒരു കാര്യം ഡെലിഗേറ്റ് ചെയ്യുന്നു, ഒരു കാര്യം ചെയ്യാനായി അദ്ദേഹത്തെ പറഞ്ഞേൽപ്പിക്കുന്നു. നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യം ഒരു പക്ഷേ അദ്ദേഹം 2 മണിക്കൂർ കൊണ്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ 10 എംപ്ലോയീസിനെ നമ്മൾ അതുപോലെയുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ 10 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യം അവർ 5 മണിക്കൂർ കൊണ്ട് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നു. അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഈ 10 മണിക്കൂർ നമുക്ക് മറ്റു പല കാര്യങ്ങളിലേക്കും ഈ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ പുതിയ മാർക്കറ്റ് കണ്ടെത്താനും പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്കെയിലപ്പ് ചെയ്തു വരണമെങ്കിൽ നമുക്ക് നമ്മളെപ്പോലുള്ള ആൾക്കാർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം. ബട്ട് പറഞ്ഞു വരുന്നത് ഡെലിഗേഷനെ കുറിച്ചാണ്. യെസ്, ഒരു കാര്യം ചെയ്യാനായി അവരെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അവരെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് വേണ്ടുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഡെലിഗേറ്റ് ചെയ്യുക. അല്ലാതെ നമ്മളൊരു എംപ്ലോയിക്ക് എന്തെങ്കിലും ചെയ്യാനായി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നീ ചെയ്തുകൊണ്ട് പോകാൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഒരു തരം അബാൻമെൻ്റ് ആയിപ്പോവും. നമ്മൾ അവരെ ഏൽപ്പിക്കുന്നു, അത് അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ നമ്മളിലേക്ക് ചെയ്തു കൊണ്ടുവരുന്നു. അവിടെ എപ്പോഴും പിന്നെ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്നാൽ പിന്നെ ഇത് ഞാൻ തന്നെ അങ്ങ് ചെയ്താൽ മതിയല്ലോ എന്നുള്ളത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല എന്നുള്ളതാണ്. അതേ രീതിയിൽ നമ്മളൊരു എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു, പക്ഷേ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്നില്ല. മറിച്ച് ഡെവലപ്പ് ചെയ്ത് അവർ ചെയ്യുന്നത് വീണ്ടും വീണ്ടും നമ്മൾ വളരെ ക്ലോസായി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് പറയുന്നതാണ് മൈക്രോ മാനേജ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമുക്ക് ശരിയായി നടത്താൻ സാധിക്കുകയില്ല. ശരിയായ എംപ്ലോയീസിനെ കണ്ടെത്തുക, വളരെ കൃത്യമായി അവരെ ഡെവലപ്പ് ചെയ്യുക, അതിനുശേഷം ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒബ്സർവേഷൻ മാത്രം, അല്ലാതെ മൈക്രോ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്ലാരിറ്റി എന്നുള്ളത്. നമ്മൾക്ക് എന്താണ് ഔട്ട്പുട്ട് വേണ്ടുന്നത്, അല്ല എന്ത് റിസൾട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി അവരോട് പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യണം. പിന്നീട് ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം ABCDE ഓഫ് ഡെലിഗേഷൻ എന്ന്. അതായത് നമ്മൾ ഡെലിഗേഷൻ പറഞ്ഞു, അതിനോടൊപ്പം ഡെവലപ്മെൻറ്റ് പറഞ്ഞു. ഡെലിഗേഷനും ഡെവലപ്മെൻറ്റും ആകുമ്പോൾ ആൾക്കാർ എംപവറായി മാറുന്നു, എംപവർമെൻറ്റ് കിട്ടുന്നു അവർക്ക്. അപ്പം സിയും ഡിയും ഇയും നമ്മൾ പറഞ്ഞു. സി എന്നുള്ളത് ക്ലാരിറ്റി എന്നുള്ളതാണ്, വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിന് മുമ്പുള്ള എയും ബിയും എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എയിം ഉണ്ടായിരിക്കണം. ഈ ഡെലിഗേറ്റ് ചെയ്യുന്നതിൽ എന്താണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്, അതിന് കൃത്യത ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു ബേസിക് നോളജ് ഉള്ള ആൾക്കാരിലാണ് ആയിരിക്കണം. അതായത് നമ്മളൊരു എന്താ പറയുക, നമ്മൾ ഇൻ്റർവ്യൂ സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. നമ്മളുടെ വർക്കുമായി ചേർന്ന് പോകാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ വർക്ക് ലോജിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന ആളാണോ എന്നുള്ള ബേസിക് നോളജ്. അപ്പോൾ ഈ വക കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നമ്മൾക്ക് കൃത്യമായി എംപ്ലോയീസിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സമയങ്ങളുണ്ടാകും. ആ സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. സോ മറന്നു പോകാതിരിക്കുക, ദ മോസ്റ്റ് പവർഫുൾ D വേർഡ് ഇൻ ബിസിനസ് ഈസ് ഡെലിഗേഷൻ. താങ്ക് യു സോ മച്ച്. ബാനർജി ഭാസ്കരൻ.